2 പിന്നെ ഇക്കാര്യടുത്ത് പറഞ്ഞത് വേറൊരു മോഡൽ ഒരെണ്ണം മേടിച്ചിട്ടുണ്ട്. ഇതാണ് അകത്ത് കൊടുക്കാൻ. ഇതിൽ നിന്ന് വേണം അത് ബട്ടൺസ് ആണ്. ഇത് വേണം കുഞ്ഞിനെ ആദ്യമായിട്ട് കൊടുക്കുമ്പോൾ. ഇത് മറ്റേ നല്ല ക്ലോത്ത് ഉള്ളതാണ്. ഇതിന് ഒരെണ്ണം 90 രൂപയുണ്ട് ഈ ഒരു ഡ്രസ്സിന്. അപ്പം ഇതാണ് കുട്ടിക്ക് മേടിച്ചത്. ഇത് ആദ്യം കൊടുക്കണം. പിന്നെ വാങ്ങിയത് ഒരു വലിയ കുളുത്തോർത്ത്, ഒരു കുളുത്തോർത്ത് വെള്ള. പിന്നെ ഇവന്മാർക്കൊന്ന് തുടയ്ക്കാനോ എടുക്കാനോ ഒരു കുളുത്തോർത്ത് കൂടെ മേടിച്ചിട്ടുണ്ട്. കുഞ്ഞേ മിസല് ഇല്ല, 2 കുളുത്തോർത്ത്. പിന്നെ കുട്ടിക്ക് തൊട്ടിൽ കെട്ടാൻ വേണ്ടി 2 കൈലി. ഇതേപോലെ തന്നെ എൻ്റെ ഉമ്മച്ചിയും ഉപയോഗിക്കണം കൈലി. ഇതാകുമ്പോൾ കോട്ടൻ്റെയാണ്. ഇതും കഴുകി ഒന്ന് മടക്കി വയ്ക്കണം ഇൻഷാ അല്ലാ. പിന്നെ അല്ലാതെ 3 കൈലി വാങ്ങിയിട്ടുണ്ട്. അല്ലാതെ 3 കൈലി വാങ്ങി. കാരണം എന്തെങ്കിലും ഹോസ്പിറ്റലിൽ വേണം എന്നുണ്ടെങ്കിൽ എടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ കുട്ടികളെ ഒന്നിത്തി മൂടിക്കിടത്തേ, മുഷ്താഖിനെയൊക്കെ മിർസലിനെയൊക്കെ ഒന്ന് മൂടിക്കിടത്തേയൊക്കെ ചെയ്യാം. നമ്മൾ ചൂടില്ല. അപ്പം ഇത്രയാണ് നമ്മൾ വാങ്ങിയത്. സ്പ്രിംഗ് ഉപയോഗിക്കുന്നില്ല, അത് കഴിഞ്ഞിട്ട് സ്പ്രിംഗ് ഉപയോഗിക്കും. സ്പ്രിംഗ് ഉണ്ട് ഓൾറെഡി. പിന്നെ കയറും മേടിക്കണം. ഇനി സോപ്പ് സ്പ്രിംഗ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ കിടന്നു തുടങ്ങിയ സ്പ്രിംഗ് ആണ് കേട്ടോ. 40 വർഷത്തെ സ്പ്രിംഗ് ആണെന്ന്. പാരമ്പര്യം നിലനിന്ന് 40 വർഷം. പിന്നെ പാരമ്പര്യം നിലനിർത്താൻ രാജാക്കന്മാരെ കുടുംബമല്ലേ അല്ലേ? പിന്നെ അത് തന്നെ തെറിച്ച് വീണപ്പോൾ ഇനി ഭൂമിയിലായിപ്പോയെന്നേ ഉള്ളൂ. ഇനി സോപ്പ് പൊട്ടി മേടിക്കണം എല്ലാവർക്കും. അപ്പോൾ ഇതാ നെജിലിൻ്റെ പാക്കിംഗ് ആട്ടോ. പിന്നെ ഹോസ്പിറ്റൽ പാക്കിംഗ് ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. അവരെന്തൊരു സന്തോഷത്തിലാണല്ലേ. എന്തായാലും സന്തോഷം മുന്നോട്ട് തന്നെ പോകട്ടെ. എപ്പോഴാണ് പിരിയ എന്താണെന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. അവൻ്റെ സ്വഭാവം എപ്പോഴാണ് മാറാമെന്നൊന്നും പറയാൻ പറ്റില്ല. അവർ പറയുന്ന കാര്യമാണ്, എല്ലാവരോടും പുറത്തു തരാനാണ് പറയുന്നത് കേട്ടോ. അത്രയും തെറ്റുകൾ അവരുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അവൾ എടുത്ത് പറയുന്നുണ്ട്, ഫാമിലിനോടല്ല നിങ്ങളോടും ആ സബ്സ്ക്രൈബേഴ്സിനോടാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് പുറത്ത് തരണം. അങ്ങനെ തെറ്റ് പറ്റി പോയതാണ്. ഇങ്ങനെ ലൈവിൽ വന്നപ്പോൾ ഇങ്ങനെ അവരെന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞു പോയതാണ്, തെറ്റ് പറ്റി പോയതാണ്. അപ്പോൾ നിങ്ങൾ ക്ഷമിച്ച് തരണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ബാക്കിയിരുന്ന് കേട്ടൊക്കെ കുട്ടീനെ യൂട്യൂബിൽ കണ്ടു പഠിക്കുകയാണ് പ്രസവരക്ഷ എങ്ങനെയെന്ന്. 8 മാസം എന്താണ് പിറന്ന്. ഇനിയിപ്പോൾ ബ്ലഡൊക്കെ കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് ഇതിനകത്ത് ദിവസങ്ങളുണ്ട്. ആഴ്ചയല്ലേ നോക്കുന്ന. 30 ആഴ്ച സ്റ്റാർട്ടിങ് ആയി. 30 ആഴ്ച തുടങ്ങി. 31 വരൂലേ? എന്തായാലും ഇന്നേ വരെ ഞാൻ ചെയ്യാത്തൊരു പരിപാടിയാണ്. ചെയ്തു നോക്കണം. നമ്മളെ കൊണ്ട് പറ്റുമെന്ന് അറിയണമല്ലോ. ചെയ്തു നോക്ക്. പറഞ്ഞില്ല ഞാൻ ഉണ്ടല്ലോ. സുഖപ്രസവം ആവാൻ വേണ്ടി നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. എന്നാലേ ആർക്കും എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ മാറ്റി വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രതികരിക്കാം. എല്ലാവരും പുറത്തു തരണം. ഇതിൽ നിന്നോ വെജിറ്റേറിയൻ നിന്നോ എന്തെങ്കിലുമൊക്കെ വന്ന് പോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ദൈവത്തിൻ്റെ നാമത്തിൽ, പടച്ചവൻ്റെ നാമത്തിൽ ഒന്ന് പുറത്തു തരണം. കാര്യം 2 കാലഘട്ടമുള്ള നിങ്ങൾക്ക് അറിയാമല്ലേ. ഇത് പക്ഷേ എന്തെങ്കിലും പറ്റിപ്പോയാൽ ഞാൻ എൻ്റെ അവസ്ഥ അറിയാമല്ലോ. ഞാൻ എല്ലാവരും കാല് വീണ് മാപ്പ് വയ്ക്കണം പറയുന്നു. എല്ലാവരും ഇത് ക്ഷമിച്ചിടണം. അതെന്തെന്നറിയാമോ, അന്ന് ഒരുപാട് നമ്മൾ തമ്മിൽ ഫാമിലി പ്രശ്നം ഉണ്ടായപ്പോൾ ലൈവൊക്കെ ഉപയോഗിച്ചപ്പോൾ ഓരോരുത്തർ കമൻറ്റ് ഉപയോഗിച്ചിരുന്നു. ആ കമൻറ്റ് ലൈവ് ഡിലീറ്റ് ആയാലും വേറെയുള്ളവരിൽ കിടപ്പുണ്ട്. അപ്പം അതിലൊക്കെ പറഞ്ഞ വാക്കുകൾ അന്നത്തേക്ക് മാനസിക വിഷമത്തിൽ ചെയ്തു പോയതാണ്. നിങ്ങൾ ക്ഷമിക്കണം. എല്ലാവരും നമുക്കായിട്ട് നിങ്ങളൊരു സഹോദരനായിട്ട് നമ്മൾക്ക് വേറെ ആരുമില്ല. നിങ്ങളാണ് സ്വന്തക്കാർ. അപ്പോൾ എന്നിൽ നിന്ന് എന്തെങ്കിലും വന്നു പോയെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാല് പിടിച്ച് മാപ്പ് വയ്ക്കുകയാണ്. അത് അത്രയ്ക്ക് വന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് അങ്ങനെ സംസാരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മളെ ഫാമിലി മെമ്പേഴ്സിൻ്റെ കാര്യം നിങ്ങൾ വിട്ടേരെ. ബാക്കി യൂട്യൂബിലെ ആൾക്കാരുടെ അടുത്താണ് പറയണത്. കാരണം വന്നു പോയി കുറേ അപാകതകൾ വന്നു പോയി. ഇതിൻ്റെ ഇടയിൽ
ഒരു ഫാൻ പോലും ഇല്ലാണ്ട. നിങ്ങളൊക്കെ പറയുമെങ്കിൽ അഹങ്കാരമാണ് അങ്ങനെയാണെങ്കിൽ അതുണ്ട. ഉള്ളത് കൊണ്ട് സത്യം പറഞ്ഞാൽ 2 ജനലിലാണ് ചെറിയൊരു സാധനം കണ്ട. ഇതും ബസ്സിലാണ് ഇവിടെ കഴിഞ്ഞു പോകുന്നത്. പിന്നെ മക്കൾക്ക് അപ്പുറത്തെ റൂമിൽ ഫാനുണ്ട്. പിന്നെ നമ്മൾ TV മേടിച്ചതെന്ന് വെച്ചാൽ മക്കൾ പുറത്തു പോയി മണ്ണിൽ കളിക്കും. അത് മാത്രമല്ല ഭയങ്കര ഫോൺ ഉപയോഗം. അപ്പം അതിൽ നിന്നൊരു മാറ്റം വരാൻ വേണ്ടിയാണ് ഒരു TV വാങ്ങിയത്. പൈസ ഉണ്ടായിട്ട് മേടിച്ചതൊന്നും അല്ല, കടവും ഇതുവരെ തീർന്നിട്ടില്ല. പിന്നെ എന്താണ് വിശേഷങ്ങൾ? നിങ്ങളെല്ലാവരും നമുക്ക് വേണ്ടി ദുആ ചെയ്യണം. എന്തായാലും ഞാൻ ഈ ലേബർ റൂമിൽ പോവുകയാണെങ്കിൽ വ്ളോഗൊക്കെ ചെയ്തോളണം. ഉള്ള രീതിയിൽ അറിയാവുന്ന രീതിയിൽ വീഡിയോ എഡിറ്റിങ്ങും കാര്യമൊന്നും അറിഞ്ഞൂടാ മക്കളെ. അധികം ഫോൺ യൂസ് ചെയ്യാനും അറിഞ്ഞൂടാ. അങ്ങനല്ല, എഡിറ്റിങ്ങും കാര്യങ്ങളും തംബ്ലെയിനൊക്കെ ഷെഡ്യൂൾ ഇട്ട് വയ്ക്കും. രാത്രി 12 മണി അങ്ങനെയൊക്കെയാണ് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഇനി എല്ലാം പഠിപ്പിച്ചു കൊടുക്കണം. അപ്പോൾ ഇതാ ഷാൻ്റെ സംസാരമൊക്കെ കേട്ടാൽ എന്ത് ഡീസൻ്റ് ആണില്ലേ. അവന് പെട്ടെന്നാണ് കേട്ടോ എല്ലാ മാറ്റങ്ങളും വരിക. കുറച്ച് കാഴ്ച കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവൻ്റെ സ്വഭാവം മാറും. അത് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ കുടി അങ്ങനെയൊക്കെ ആയിട്ട് പ്രശ്നങ്ങളും തല്ലും കുത്തൊക്കെ ആയിട്ട് അതിന് പോകും കേട്ടോ. പിന്നെ എന്തായാലും നല്ലത് ഇത് തന്നെ ആവട്ടെ അല്ലേ. എന്തായാലും പിന്നെ 9 മാസമൊക്കെ ആവും പ്രസവം കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ആവട്ടെ. ഇപ്പോൾ എന്തായാലും പിന്നെ എത്ര മോശപ്പെട്ടതാണെങ്കിലും നല്ലതാണെങ്കിലും പ്രസവം എന്ന് പറയുന്നത് തന്നെയാണ് അല്ലേ, ഒരു പിന്നെ പേടിൻ്റെ സംഭവം തന്നെയാണ്. അപ്പോൾ എന്തായാലും അത് പെട്ടെന്ന് തന്നെ ഉണ്ടാവട്ടെ, നല്ലതിന് തന്നെ ആവട്ടെ. നോക്കാനില്ലെങ്കിൽ ഷാനുണ്ടല്ലോ നോക്കാൻ കൂടെ അല്ലേ. അപ്പോൾ പിന്നെ അതെന്തായാലും നല്ലതിന് തന്നെ ആവട്ടെ അല്ലേ.